ഇനി നമുക്ക് സ്വാഭാവികമായി UDFിന്റെ പ്രതീക്ഷ എന്ത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം UDFും ഇത്തവണ വലിയ പ്രചാരണം തന്നെയാണ് നടത്തിയത്. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം നടത്തുന്നു. അതും പ്രമുഖരായ ആളുകളെ, തിരുവനന്തപുരത്ത് ശബരിനാഥിനെ പോലെയൊക്കെ മുൻ എം എൽ എ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ അടക്കം രംഗത്തിറക്കി മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പ്രചാരണം നടത്തിയാണ് UDF കളത്തിലിറങ്ങിയത്. അവിടെ ഏറ്റവും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് പക്ഷേ തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ് എന്നതാണ്. കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. NDAയ്ക്കും അതോടൊപ്പം തന്നെ 2020ക്കും നിശ്ചിത വോട്ട് ലഭിച്ചാൽ പോലും UDFന് ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നു. അതായത് വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി ഇത്തവണ തങ്ങളുടെ കയ്യിലായിരിക്കും എന്ന വലിയ പ്രതീക്ഷയാണ് അവർ പുലർത്തുന്നത്. അപ്പോൾ കണ്ണൂരിന് പുറത്ത് UDF ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്നത് ഇത്തവണ കൊച്ചിയിലാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തെക്കുറിച്ച്. തിരുവനന്തപുരത്ത് പക്ഷേ ഈ ശക്തരായ സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി എങ്കിലും അവിടെ നില കൂടുതൽ മെച്ചപ്പെടും എന്നതിനപ്പുറത്ത് ഭരണത്തിലേക്ക് എത്തുമോ എന്നതിൽ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ UDFന് സംശയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കൊല്ലമാണ്. കൊല്ലത്ത് ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്ന് കൊല്ലത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് എന്നതാണ് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേതൃത്വം അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് വലിയ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ അല്ല വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് കൊല്ലത്തെ ആളുകൾ പറയുന്നത് എന്നുള്ളതാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ നിലവിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത്, ഓർക്കുക എറണാകുളം കോർപ്പറേഷൻ അല്ല, കൊച്ചി കോർപ്പറേഷൻ അല്ല, എറണാകുളം ജില്ലാ പഞ്ചായത്ത് UDFിന്റെ മേൽക്കൈ ആണ് ഉള്ളത്. അത് നിലനിർത്താൻ സാധിക്കും എന്നതാണ് ഇത്തവണ അവർ പ്രതീക്ഷയായി പറയുന്നത്. ഒപ്പം പൊതുവെ സംസ്ഥാനത്തെ കണക്കുകൾ എടുക്കുമ്പോൾ, അതായത് വരാൻ പോകുന്ന 7 ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ 7 മേൽക്കൈ നേടാൻ ഇത്തവണ ജില്ലാ പഞ്ചായത്തുകളിൽ സാധിക്കും. നിലവിൽ 4 മേൽക്കൈയുള്ളത്, അത് 7 വ്യാപിപ്പിക്കാൻ സാധിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനി 7 തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. ഒപ്പം ഇടുക്കിയും പത്തനംതിട്ടയും തിരിച്ചു പിടിക്കാമെന്ന വലിയ പ്രതീക്ഷയാണ് UDFിനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഇതിൽ ഇടുക്കിയുടെ പ്രത്യേകത നമുക്കറിയാം, അത് മലയോര മേഖലകൾ ആണ്. അവിടെ അവിടുത്തെയൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായി കോൺഗ്രസിനാണ് ആധിപത്യം. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇഞ്ചോടിഞ്ച് കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള ഇടം കൂടിയുണ്ട് ഇടുക്കിയിൽ. പക്ഷേ പത്തനംതിട്ട ഇത്തവണ ശബരിമല എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ശബരിമല വികാരം ഇടതുപക്ഷത്തിനെതിരാകുമെന്നും അങ്ങനെ പത്തനംതിട്ടയിൽ ഇത്തവണ കൂടുതൽ മേൽക്കൈ നേടാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് UDFിന്റെ പ്രതീക്ഷ. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ പൊതുവെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നിലവിൽ 337 ഗ്രാമപഞ്ചായത്തുകളിൽ ആണ് UDFിന് മേൽക്കൈയുള്ളത്. അത് 400-ന് മുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ പകുതിയും ഏതാണ്ട് ഈ ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. ഒപ്പം NDA BJP ഇത്തവണ ശക്തമായ പോരാട്ടം ആണ് നടത്തിയത്. അതിലേറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് തിരുവനന്തപുരത്താണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇത്തവണ ഭരണം പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തി എന്നതാണ് അവരുടെ വിലയിരുത്തൽ. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും തങ്ങളുടെ കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് NDAയുടെ പ്രതീക്ഷ എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മുന്നേറ്റം ഉണ്ടാകും എന്നും അവർ പ്രതീക്ഷിക്കുകയാണ്. ഇതേ പ്രതീക്ഷ തന്നെയാണ് നേരത്തെ കോൺഗ്രസും വെച്ചു പുലർത്തിയത് എന്നത് മറന്നുപോകരുത്. ആലപ്പുഴയിൽ വലിയ പോളിംഗ് ആണ്. ആലപ്പുഴ എപ്പോഴും രാഷ്ട്രീയം പറയുന്ന മണ്ണാണ്. പക്ഷേ ഓർക്കേണ്ടത്, ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലം ഉൾപ്പെടെ നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. അവിടെ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം പലയിടങ്ങളിലും NDAയ്ക്ക് ഉണ്ടായതാണ്. അതാരും പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ്. ഒരു പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ആലപ്പുഴയിൽ NDA ഇത്തവണ മുന്നേറ്റം നടത്തുമെന്ന് വിലയിരുത്തുന്നത്. ഇനിയുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഞാൻ UDFിന്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയാണ്. ശബരിമലയുള്ള ജില്ലയാണ്. ആ ജില്ലയിലെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ആളുകൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് NDA പ്രതീക്ഷ വയ്ക്കുന്നത്. ഇനി കഴിഞ്ഞ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകൾ ഈ 2020 കാര്യമായ നേട്ടമൊന്നും അവകാശപ്പെടാൻ NDAയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ആകെ 15 പഞ്ചായത്തുകളിൽ ആയിരുന്നു NDAയ്ക്ക് മേൽക്കൈയുള്ളത്. 2 മുനിസിപ്പാലിറ്റികളിലും NDA മേൽക്കൈ പുലർത്തുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ സാഹചര്യം മാറും.
ഇത്തവണ 15-ലധികം പഞ്ചായത്തുകൾ, 2-ലധികം മുനിസിപ്പാലിറ്റികൾ എന്നുള്ളതാണ് NDAയുടെ പ്രതീക്ഷ. അങ്ങനെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് വീണ്ടും അരുണിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം മുന്നണികൾ അവരുടെ കണക്കുകൂട്ടലുകൾ നടത്തുന്നതേ ഉള്ളൂ. ആധികാരികമായൊരു കണക്കുകൂട്ടലിലേക്ക് പോയി എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രാഥമികമായ വിലയിരുത്തലുകൾ ഉണ്ടാകും, കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. അവിടെയും എല്ലാവരും ഒരേ സമയം തന്നെ പ്രതീക്ഷ പുലർത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, LDF അവരുടെ ആധിപത്യം തുടരും, UDF തിരിച്ചു വരും, NDA നല്ല നിലയിൽ നില മെച്ചപ്പെടുത്തും. തീർച്ചയായിട്ടും അഭിലാഷ്, തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം CPM-നും BJP-ക്കും തന്നെയാണ് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത്. UDF-ന്റെ പ്രതീക്ഷയെ ഒരുപക്ഷെ അമിത പ്രതീക്ഷയായി വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം അത്രയ്ക്കൊരു മുന്നേറ്റം, 5 ഇരട്ടി സീറ്റ്, 10-ൽ നിന്ന് 51 എന്ന് പറയുമ്പോൾ 5 ഇരട്ടി +1 എന്നൊരു ഇത് വേണം UDF-ന് അധികാരത്തിലെത്താൻ. അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ UDF നേതാക്കൾ ഇന്നലെ മുരളീധരനൊക്കെ പറഞ്ഞത് 55 സീറ്റ് കിട്ടുമെന്നാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും അവർ മികച്ചൊരു പ്രകടനം പ്രതീക്ഷിക്കുന്നു. നേതാക്കൾ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും 10 എന്നുള്ളത് 20-25 ഒക്കെ ആയി ഉയർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് സ്വകാര്യമായി സമ്മതിക്കുന്നു. പരമാവധി കോൺഗ്രസിന്റെ ഒരു നേട്ടം അതാകാം. ഏറിയാൽ 30 അതിനപ്പുറത്തേക്ക് പോവുക വലിയ അത്ഭുതമെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇടതുമുന്നണി ഇത്തവണയും ഭരണം പ്രതീക്ഷിക്കുന്നു. ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് 50-ന് മുകളിലേക്ക് 55 കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പങ്കുവച്ചത്. ഉച്ചയ്ക്കാണ് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം, ജില്ലാ സെക്രട്ടറി ചേരുക. അപ്പോൾ ഈ വാർഡ് കമ്മിറ്റികളിൽ നിന്ന് വാർഡ് സെക്രട്ടറിമാർ നൽകിയ കണക്കുകൾ കൂടി പരിശോധിച്ചാകും CPM ഒരു കൃത്യമായ വിലയിരുത്തലിലേക്ക് കടക്കുന്നത്. BJP ആകട്ടെ അവർക്കും ആശങ്കകളുണ്ട്. ഒറ്റക്കക്ഷിയാകും. ഏറ്റവും ഒടുവിൽ നേതാവ് പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെയാകും, അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി പറയുമ്പോൾ നഗരസഭയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന പാർട്ടിയായെങ്കിലും മാറാൻ കഴിയും. അതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. കാരണം 51 സീറ്റ് തന്നെ വേണം ഭരണത്തിൽ വരണമെങ്കിൽ. അത് ഒരുമിച്ച് NDAക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്രന്റെ കൂടി പിന്തുണ വേണ്ടി വരും. അത്രയധികം സ്വതന്ത്രം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ബാക്കി കണക്ക് എവിടെ നിന്നുള്ള ചോദ്യം. പക്ഷേ BJP ചില നേതാക്കളെങ്കിലും 50-ന് മുകളിലേക്ക് BJPക്ക് സീറ്റ് കിട്ടുമെന്നും അവകാശപ്പെടുന്നുണ്ട്. അത്ര അധികം സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം വലിയ പ്രശ്നങ്ങൾ BJPക്ക് പലയിടത്തും ഉണ്ടാകുന്നു. ഇടതുമുന്നണിയുടെ കാര്യവും സമാനമാണ്. കഴിഞ്ഞ തവണ 54 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് BJPയുടെ ഒരു വാർഡ് കൂടി ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചത് 55 എന്ന വലിയ മികച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഇത്തവണ വരുമോ എന്ന കാര്യത്തിൽ CPM-നും നേതാക്കൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ ആ ഒരു കണക്ക് പറയുന്നില്ല. 40 മുതൽ ഒരു 45 പങ്കുവയ്ക്കുന്നത്. ഈ വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ട്. കോൺഗ്രസ് സീറ്റ് പിടിച്ചാൽ തങ്ങൾ ഗുണമാകുമെന്ന് CPM കണക്കുകൂട്ടുമ്പോൾ BJPയും അതേ ഒരു ന്യായം പറയുന്നുണ്ട്. കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചാൽ വോട്ട് പിടിച്ചാൽ അത് BJP ഗുണമായി മാറും എന്നൊരു വിലയിരുത്തൽ അവരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ 3 മുന്നണികൾക്കും വലിയ ആശങ്കയുണ്ട്. അപ്രവചനീയമായി തന്നെയായിരുന്നു തലസ്ഥാന നഗരസഭയിലെ ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. യെസ്, അവകാശവാദങ്ങളിലേക്ക് അവർ വരുന്നതേ ഉള്ളൂ. എങ്കിലും ചില നേതാക്കളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ K മുരളീധരനെ പോലെയുള്ളവർ 55 സീറ്റാണ് കോർപ്പറേഷനിൽ നേടും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴും അരുൺ പറഞ്ഞത് തന്നെയാണ് അതിന്റെ വസ്തുത. എല്ലാവരുടെയും നെഞ്ചിടിപ്പേറ്റുന്ന ഒന്നുകൂടിയാണിത്. എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്? ഏതൊക്കെ പോക്കറ്റുകളിൽ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് ഈ വോട്ട് ശതമാനത്തിൽ കുറവ് വന്നിട്ടുള്ളത്? ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മാത്രമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയ പ്രേക്ഷകരെ, വളരെ പെട്ടെന്ന് ഇനി ഇതാ 2ാം ഘട്ടം നാളെ നടക്കാൻ പോവുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ ഈ ബൂത്തുകളിലേക്ക് എത്തി എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ പെട്ടെന്ന് ആ ഡേറ്റ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അതായത് നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇതാ 7 ജില്ലകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത് എങ്കിൽ ഇനി നടക്കാൻ പോകുന്നതും അടുത്ത 7 ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ജില്ലകൾ ഏതൊക്കെ എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ മലബാർ മേഖലയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി പറയാം. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ 7 ജില്ലകൾ നാളെ വിധി എഴുതാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായൊരു ഡേറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നത് ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. 7 ജില്ലകളിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ഈ 2ാം ഘട്ടത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 7 എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വാർഡുകൾ എത്ര വാർഡുകളാണ് ഉള്ളത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. 7 ജില്ലകളിൽ ആയിട്ടുള്ള 2ാം ഘട്ടത്തിൽ വാർഡുകളുടെ എണ്ണം 182 എങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ അനുസരിച്ച് 47
മുനിസിപ്പാലിറ്റികൾ ആണ് ഉള്ളത്. അതിൽ 1829 വാർഡുകളിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇനി നോക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ 470 ഗ്രാമപഞ്ചായത്തുകൾ നാളെ വിധിയെഴുതുകയാണ്. വാർഡുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് 9015 എന്നുള്ളതാണ്. 9015 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആണ് നാളെ ജനവിധി തേടാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നു. വാർഡുകളുടെ എണ്ണമാകട്ടെ 1177 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 1177 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതായത് 6 കോർപ്പറേഷനുകളിൽ 3 കോർപ്പറേഷനുകളുടെ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, അതിൽ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനുകളിലേക്ക് ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ കോർപ്പറേഷനുകളിൽ ആയി നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 188 വാർഡുകൾ ആണ്. അതായത് തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 3 കോർപ്പറേഷനുകളിലേക്കായി 188 വാർഡുകളിലേക്കും നാളെ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആയിരിക്കും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കണക്കുകൂട്ടലുകളിലേക്ക് പോകാൻ സാധിക്കുക. എവിടെയൊക്കെ മേൽക്കൈ, എവിടെയൊക്കെ തിരിച്ചടി നേടും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് മുന്നണികൾക്ക് അറിയാൻ സാധിക്കുക.